നമസ്കാരം. എൻഫോ ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. പ്രവാസി നഗരത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ, ഖത്തറിൽ നിന്ന് എത്തിയത് മകളുടെ വിവാഹത്തിന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിന് എത്തുന്നത്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട കല്ലൂർ സ്വദേശി മിഥുനെ ജയിലിലടച്ചു. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി അറിയാം. പ്രവാസി നഗരത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ, ഖത്തറിൽ നിന്ന് എത്തിയത് മകളുടെ വിവാഹത്തിന്. നഗരമധ്യത്തിലെ ഒഴിഞ്ഞ പറമ്പിലെ ആൽമറയില്ലാത്ത കിണറ്റിലാണ് 58കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടക്കുളം SNG UP സ്കൂളിന് സമീപം താമസിക്കുന്ന പാഴാട്ട് ഹരിദാസിനെയാണ് അയ്യങ്കാവ് മൈതാനം റോഡിലെ ഹൗസ് ഓഫ് പ്രൊവിഡൻസിന്റെ എതിർവശത്തെ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 6ഓടെയാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഹരിദാസ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഹരിദാസ് ഇരിങ്ങാലക്കുട അവസാനമായി എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ദൃശ്യങ്ങളിൽ ഹൗസ് ഓഫ് പ്രൊവിഡൻസിന്റെ എതിർവശത്തെ പറമ്പിലേക്ക് കയറിയ ഹരിദാസ് തിരിച്ചു വന്നതായി ക്യാമറയിൽ കണ്ടില്ല. തുടർന്ന് പോലീസ് പറമ്പിലെ കിണർ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ ആൽമറയില്ലാത്ത കിണറ്റിൽ നേരത്തെയും ആളുകൾ വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. മൈതാന റോഡിൽ നിന്ന് പറമ്പിലേക്ക് കയറുന്ന ഭാഗത്ത് മതിലിനോട് ചേർന്നാണ് കിണർ ഉള്ളത്. ഇരുട്ടുമൂടിയ ഭാഗമായതിനാൽ കിണർ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഹരിദാസ് മൂത്ത മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ആഴ്ചകൾക്ക് മുൻപാണ് അവധിയിൽ നാട്ടിൽ എത്തിയത്. കാട്ടൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം സഹകരണ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രീതിയാണ് ഭാര്യ. മക്കൾ ഹൃദ്യ, നവ്യ, മരുമകൻ മണികണ്ഠൻ. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഉയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് കടന്നു. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ കാലം. പ്രാർത്ഥനാനിരതമായ പകലിരുകൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരലുകൾ കൊണ്ടും ഈ ദിനങ്ങൾ സമ്പന്നമാകും. ഇസ്ലാം മതവിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ്. പുലർച്ചെ മുതൽ വൈകിട്ട് വരെ വിശ്വാസികൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതം അനുഷ്ഠിക്കും. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് പുണ്യമാസം. ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് റംസാൻ മാസം. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്കും ഈ മാസത്തിൽ പ്രാധാന്യമുണ്ട്. സക്കാത്ത് നൽകി സഹജീവികളെ കരുതലിന്റെ കരങ്ങൾ നീട്ടി ഓരോ വിശ്വാസിയും ചേർത്ത് പിടിക്കും. പള്ളികളും ഭവനങ്ങളും വിശുദ്ധ മാസത്തിന് നേരത്തെ തന്നെ ഒഴിഞ്ഞിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തീരപ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാറ്റാൻ ശ്രമിച്ച കള്ളനോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കള്ളുഷാപ്പുകൾ, ലോട്ടറി കച്ചവടക്കാർ തുടങ്ങിയവരാണ് കള്ളനോട്ടിന് ഇരകളാകുന്നത്. തട്ടിപ്പിന് ഇരകളാകുന്നവർ പലരും നിയമപ്രശ്നങ്ങൾ ഭയന്ന് സംഭവം പുറത്തു പറയാറില്ല. അതുകൊണ്ട് തന്നെ കള്ളനോട്ടിടപാട് നിർബാധം തുടരുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജന് കനം കുറവാണ്. വലിയ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും മറ്റും കള്ളനോട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉള്ളതിനാൽ ഇവിടങ്ങളിലേക്ക് വ്യാജൻ എത്താറില്ല. തിരക്കേറിയതും ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ, പ്രാദേശിക പണമിടപാടുകാർ എന്നിവർ മുഖേനയും കള്ളനോട്ടുകൾ കൈമാറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നത്. മുൻപ് മേഖലയിൽ വ്യാപകമായി കള്ളനോട്ട് വേട്ട നടന്നിരുന്നു. എന്നാൽ ഏറെക്കാലമായി ഗൗരവതരമായ നടപടികൾ ഉണ്ടാകുന്നില്ല. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട കല്ലൂർ സ്വദേശി മിഥുനെ ജയിലിലടച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ബിദുൻ, കുട്ടൻ എന്നീ പേരുകൾ വിളിക്കുന്ന കല്ലൂർ മാവിൻചൂട് സ്വദേശി ചിറ്റിയത്ത് മിഥുൻ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ മാവിൻചൂട് എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് മിഥുനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മിഥുൻ പുതുക്കാട് മതിലകം
പോലീസ് സ്റ്റേഷനുകളിലായി ഒരു കൊലപാതക കേസിലും 3 വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും അടക്കം 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, നവീൻ, ഷഫീഖ്, പ്രിൻസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളും പൈപ്പ് പൊട്ടൽ മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പട്ടാമ്പി റോഡിൽ 3 മീറ്ററോളം ഭാഗം ഇത്തരത്തിൽ തകർന്നിരുന്നുവെങ്കിലും ഇതുവരെ റീടാർച്ച് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല. റോഡിനടിയിലൂടെ കടന്നു പോകുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കാലപ്പഴക്കം ചെന്ന ഈ പൈപ്പുകൾ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാനാവാതെ ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡിന്റെ അടിത്തറ ഇളക്കുകയും ടാറിംഗ് തകരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇത്തരത്തിൽ റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. ഇത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുണ്ട്. ജില്ലാ അതിർത്തി വരെയുള്ള വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി റോഡ് ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. റോഡ് നവീകരിക്കുന്ന വേളയിൽ തന്നെ പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ജല അതോറിറ്റി കണ്ടില്ലെന്ന് നടിച്ചു. ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സംസ്ഥാന പാത പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 210 രൂപ കൂടി ഗ്രാമിന് 14,345 രൂപ, പവന് 1,14,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പ്രവാസി നഗരത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ, ഖത്തറിൽ നിന്ന് എത്തിയത് മകളുടെ വിവാഹത്തിന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിന് എത്തുന്നത്. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട കല്ലൂർ സ്വദേശി മിഥുനെ ജയിലിലടച്ചു. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.